പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അനുഗ്രഹദിനത്തിലെ പ്രത്യേകമായ പ്രാർത്ഥനാ ദിനത്തിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 7 ദിവസത്തെ ശക്തമായ പ്രാർത്ഥനയിലൂടെയായിരുന്നു നാം കടന്നുപോയത്, ധ്യാനത്തിലൂടെയായിരുന്നു നാം കടന്നുപോയത്. ഇന്നേ ദിവസം നമ്മൾ ദൈവിക പരിചരണം അല്ലെങ്കിൽ ദൈവികമായ വലിയൊരു സംരക്ഷണത്തെ തന്നെയാണ്, മറ്റു വാക്കിലൂടെ ദൈവിക പരിചരണമാണ് നാം ഇന്ന് ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 5:6 നാം കാണുന്നുണ്ട്, ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്ര മനോഹരമായ ആശ്വാസപ്രദമായൊരു വചനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ. പരമകാരുണ്യവാനായ ഈശോയെ, നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്നും, എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുന്ന നല്ല തമ്പുരാനെ, അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ പരിചരണത്തെ തിരിച്ചറിയുവാൻ ഞാൻ പലപ്പോഴും മറന്നുപോയെന്ന് സമ്മതിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളും ആശങ്കകളും കൊണ്ട് നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ആവശ്യങ്ങളുടെ വലിയൊരു നീണ്ട നിര ഞാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാറുണ്ടല്ലോ. ആശങ്കകളുടെ വലിയൊരു നീണ്ട നിര, സങ്കടങ്ങളുടെ വലിയൊരു നീണ്ട നിര. തമ്പുരാൻ നമ്മൾ പറയുന്നു, അവിടുത്തെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ പരിപാലിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കരുതലുകൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ പരിപൂർണമായി നീ പരിചരിക്കണമേ, പരിപൂർണമായി എന്നെ സംരക്ഷിക്കണമേ, പരിപൂർണമായി കരുതൽ എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവൻ നമ്മെ കരുതുന്നതിനാൽ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും അവനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് പ്രത്യേകമായി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവം നിങ്ങൾക്കായി ആഴത്തിൽ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ആഴത്തിൽ ശ്രദ്ധിക്കുന്നുള്ളതാണ്. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നാണ് 1 പത്രോസ് 5:6 പറയുന്നത്. നമ്മുടെ കാര്യത്തിൽ അതുപോലെ ശ്രദ്ധാലുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മുടിയുടെ പോലും കൊഴിഞ്ഞു പോകുന്ന അറിയുന്നത്. നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നാം തനിച്ചല്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മുടെ ആകുലതകൾ കാണുകയും അവ തൻ്റെ കാൽക്കൽ കിടത്താൻ അവിടുന്ന് ക്ഷണിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ ആകുലതകളും പരിപൂർണമായി വിശുദ്ധ കുരിശിൻ്റെ ചുവട്ടിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് സന്നിധാനം നമുക്ക് സമർപ്പിക്കാം. കാരണം ദൈവം നമ്മെ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം അതുപോലെ നമ്മെ നമ്മുടെ ആകുലതകൾ മുഴുവൻ കൊടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. എനിക്കത് സാധിക്കുന്നുണ്ടോ? പരമകാരുണ്യനാഥനായ ഈശോയെ, അനുദിനം ഞാൻ ആകുലതകളാൽ, വേദനകളാൽ ഇങ്ങനെ നട്ടം തിരിയുകയാണ്. ഒത്തിരി ആകുലതകളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്. പക്ഷെ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്, എൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധാലുവാണ് എന്ന കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോവുക. എൻ്റെ ഉത്കണ്ഠയിൽ പലപ്പോഴും അങ്ങയുടെ സവിധത്തിൽ വരാൻ പോലും സാധിക്കാതെ ഞാൻ മാറിപ്പോയിട്ടുണ്ട്. ഉത്കണ്ഠ എന്നെ ഭയപ്പെടുത്തുകയാണ്, ഉത്കണ്ഠ എന്നെ കീഴടക്കുകയാണ്. അതാണ് 2ാമത്തെ കാര്യം. ഉത്കണ്ഠ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭയം നമ്മളിങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സമാധാനം നൽകുമെന്നുള്ളത്, ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ഉത്കണ്ഠയുണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് കീഴടങ്ങിപ്പോകും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ അവിടുത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടുത്തെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭയത്തെ മുഴുവൻ മാറ്റിയിട്ട് നമ്മെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
നമ്മളെല്ലാ ഉത്കണ്ഠകളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റിത്തരുമെന്നുള്ളത്. സമാധാനത്തിൽ ജീവിക്കാൻ, ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഉത്കണ്ഠ മുഴുവൻ നമുക്ക് കൊടുക്കാം. എന്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണല്ലോ? പരീക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് ഉത്കണ്ഠയുണ്ട്. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്ന എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരമകാരുണ്യനാഥന് മുമ്പിൽ ഉത്കണ്ഠ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, അവരൊന്നും എല്ലാം എഴുതാൻ പറ്റാതെ വരുന്നു. എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉത്കണ്ഠകൾ നമ്മളെ പരിപൂർണമായി മാറ്റപ്പെടട്ടെ. വീണ്ടും വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഭയക്കരുത്. വിശ്വാസത്തിൽ ജീവിക്കാൻ ഒരിക്കലും നമ്മൾ ഭയക്കരുത്. ദൈവത്തെ കൂടുതലായിട്ട് ആശ്രയിക്കുകയും ദൈവത്തെ കൂടുതലായിട്ട് കരുതുകയും എൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും അവിടുന്ന് എൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുകയോട് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. അങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ ഈ കരുതൽ ലഭിക്കുക. കാരണം അവിടെ എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. നമുക്കൊന്ന് സ്വയം ചോദിക്കാം, എൻ്റെ ആവശ്യങ്ങളും ആശങ്കകളും സംബന്ധിച്ച് ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? എന്ത് ഭാരങ്ങളാണ് ഞാൻ അവന് നൽകേണ്ടത്? എന്തെങ്കിലും നാളിതുവരെ കൊടുത്തിട്ടുണ്ടോ? നാം തന്നെ ഭാരം ചുമന്ന് നടന്ന്, നാം തന്നെ വേദനിച്ച്, നാം തന്നെ ഉത്കണ്ഠപ്പെട്ടിട്ട് തമ്പുരാൻ സന്നിധിയിൽ നീ ഇതെല്ലാം കാണുന്നില്ലേ എന്ന് ചോദിക്കുക. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്നോടുള്ള ദൈവത്തിൻ്റെ ആഴമായ കരുതലിനെക്കുറിച്ച് എനിക്കെങ്ങനെ അനുദിനം ഓർമ്മിക്കാതിരിക്കും? എല്ലാ ദിവസവും അവിടെ നിന്ന് എനിക്ക് നൽകുന്ന കരുതലുണ്ട്. അതെങ്ങനെ എനിക്ക് ഓർമ്മിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം നമുക്ക്. ഈ ദിവസങ്ങളെല്ലാം 6 ദിവസങ്ങൾ നമ്മൾ 7 തലങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിചരണം എന്ന് സ്വന്തമാക്കാൻ വേണ്ടി 7 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയുടെ 7-ാം ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്നത് ദൈവിക സ്നേഹത്താലും ദൈവിക ജ്ഞാനത്താലും ദൈവിക ശക്തിയാലും ദൈവിക മാർഗനിർദ്ദേശത്താലും ഒക്കെ നമ്മൾ നിറഞ്ഞവരാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ 7 തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തമ്പുരാൻ്റെ വലിയ സംരക്ഷണം നമുക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവ് ഈ 7 ദിവസങ്ങളിൽ പ്രത്യേകമായി നീ സംരക്ഷിച്ച് പരിപാലിച്ച് നടത്തിയതുപോലെ ഇനി മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളെയും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സംരക്ഷണം, പരിചരണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. പരിശുദ്ധമേ മാതാവേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, പേരിന് അനുഭൂതനായിരുന്ന വിശുദ്ധൻ്റെ കാവൽ മാലാഖായെ, ഈ ദൈവികമായ പരിചരണം ദൈവിക സ്നേഹത്തിലും ദൈവിക ജ്ഞാനത്തിലും ദൈവിക ശക്തിയിലും ദൈവികമായ ബുദ്ധിയിലുമൊക്കെ നിറഞ്ഞിരുന്ന ഈ പ്രത്യേകമായ പരിചരണം, പ്രത്യേകമായ സംരക്ഷണം, ദൈവികമായ പരിചരണം എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളെ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ പ്രവൃത്തികൾക്കും ഈ പരിചരണം, ദൈവത്തിൻ്റെ പരിചരണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരരെ, ഈ ദൈവിക പരിചരണം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന് ഭയമാണെന്ന് നമ്മൾ പറഞ്ഞു, ഉത്കണ്ഠയാണ്. അതൊരു പരിപൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റണം. അതുകൊണ്ട് ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മളായിരിക്കുകയാണ്. ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജ്വാലകൾ, സ്നേഹത്തിൻ്റെ ജ്വാല, സ്നേഹത്തിൻ്റെ തീ നമ്മളെ കത്തി ജ്വലിപ്പിക്കട്ടെ. നമ്മളുടെ എല്ലാ ഉത്കണ്ഠകളും കത്തിപ്പോകട്ടെ. നമ്മളുടെ എല്ലാ വേദനകളും ഭയങ്ങളും രോഗങ്ങളും എല്ലാം അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അഗ്നിജ്വാലയാൽ കത്തിച്ചാരമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭയമെല്ലാം വിട്ടുപോകട്ടെ. അങ്ങനെ ഒരു ക്ലെൻസിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. പരിപൂർണമായൊരു ക്ലെൻസിങ്, ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. പരിപൂർണമായൊരു ശുദ്ധീകരണം നടന്നിരിക്കുന്നു. തമ്പുരാൻ്റെ വലിയ കൃപയാണ്. ഈശോയുടെ തിരുരക്തത്താൽ നമ്മൾ വീണ്ടും നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അവിടുന്ന് കാൽവരിയിൽ ചിന്തിയ തിരുരക്തം നമ്മുടെ എല്ലാ ഭയങ്ങളെയും എല്ലാ വേദനകളെയും എല്ലാ രോഗങ്ങളെയും പരിപൂർണമായി നീക്കം ചെയ്യാൻ വേണ്ടിയാണ്. പരിപൂർണമായി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ വലിയ സമയമാണിത്. ഈ സമയത്ത് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കാം. അവിടുത്തെ പരമകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് വിശ്വാസത്തോടു കൂടിയായിരിക്കാം. കർത്താവേ, പരിപൂർണമായ നിൻ്റെ പരിചരണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന ഭയവും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാം പരിപൂർണമായ നിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ, നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ കഴുകി വിശുദ്ധീകരിച്ച് എന്നെ ശുദ്ധിപ്പെടുത്തണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണം മാത്രം പോലെ ഒരു നിറവുണ്ടാവണം. സ്നേഹത്തിൻ്റെ അഗ്നിയുടെ ഒരു നിറവും കൂടി എനിക്കുണ്ടാവണം.
ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയുടെ പ്രത്യേകത ഇതാണ്. ഒന്ന് ശുദ്ധീകരിക്കും, അതോടൊപ്പം തന്നെ നമ്മളെ നിറയ്ക്കുകയും ചെയ്യും. ദൈവികാരുണ്യത്തിൻ്റെ വലിയൊരു ശക്തി അതാണ്. അവൻ ശക്തി നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കും, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കും, ദൈവിക ശക്തി കൊണ്ട് നിറയ്ക്കും, ദൈവികമായ അറിവ് കൊണ്ട് നിറയ്ക്കും, ദൈവികമായ പരിപാലനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മളെ നിറയ്ക്കട്ടെ, നമ്മുടെ ജീവിതം മുഴുവൻ നിറയട്ടെ. നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, ചിന്തയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈ ദൈവികമായ സ്നേഹം നിറയട്ടെ, 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 നിറയട്ടെ. എന്നിൽ നിറഞ്ഞ് ഈ ദൈവിക പരിചരണം, ദൈവികമായ സംരക്ഷണം എന്നെ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതിന് കാരണമായി തീരട്ടെ. അഞ്ചാമത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബാലൻസിങ് ആണ്. ബാലൻസിങ് ഈശോയുടെ സ്നേഹാഗ്നിയാൽ നമ്മൾ ബാലൻസ് ചെയ്യപ്പെടണം. സ്നേഹാഗ്നിയിൽ നമ്മൾ ബാലൻസ് ചെയ്യപ്പെടണം. അവിടെ നിന്നെല്ലാം അഗ്നിയുടെ പ്രത്യേകതയാണല്ലോ. അഗ്നിയിലാണ് സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത്. അഗ്നി വലിയൊരു ശുദ്ധീകരണം. അഗ്നിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണല്ലോ. അത് ഒരിക്കലും സ്വയം മലിനമാകപ്പെടുകയില്ല. മലിനമായതിനെല്ലാം ശുദ്ധീകരിക്കും, കത്തിച്ചു കളയും. ഈശോയുടെ സ്നേഹാഗ്നിയെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മലിനങ്ങളും ശുദ്ധീകരിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. ബാലൻസ് ചെയ്യപ്പെടട്ടെ. തമ്പുരാൻ്റെ വലിയ കൃപയിൽ, ആ കൃപയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ, കൃപയുടെ അഗ്നിയിൽ, സ്നേഹത്തിൻ്റെ അഗ്നിയിൽ പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. ബാലൻസ് ചെയ്യപ്പെടട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. തമ്പുരാൻ്റെ വലിയ കൃപകൾ നിറയുന്നതിന് വേണ്ടി, തമ്പുരാൻ്റെ വലിയ കാരുണ്യം നമ്മൾ നിറയുന്നതിന് വേണ്ടി, തമ്പുരാൻ്റെ വലിയ ദയ നമ്മൾ നിറയുന്നതിന് വേണ്ടി, അവിടുത്തെ കരുതൽ നമ്മൾ നിറയുന്നതിന് വേണ്ടി, അവിടുത്തെ സ്നേഹം നിറയുന്നതിന് വേണ്ടി, അവിടുത്തെ ജ്ഞാനം നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ബാലൻസ് ചെയ്യപ്പെടട്ടെ. നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം വ്യക്തികൾ നമുക്ക് ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ നിയോഗങ്ങൾ അവരെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നൽകുന്ന വലിയ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ആഗ്രഹിച്ചിരിക്കുക നമ്മുടെ ഒരു ബ്ലെസ്സിങ് മതി. ഒരുപക്ഷെ നമ്മുടെ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം അവരുടെ ആ ഒരു ആഗ്രഹം സഫലമാകാൻ വേണ്ടി തമ്പുരാൻ മാറ്റിവെച്ചിരിക്കുന്നത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം എന്തെല്ലാം ആഗ്രഹങ്ങളുമായിട്ടാണോ ആരെല്ലാം തമ്മിൽ നടക്കുന്നത്, തമ്പുരാൻ്റെ നാമത്തിൽ, വിശുദ്ധ കുർബാനയുടെ നാമത്തിൽ, വിശുദ്ധ ജപമാലയുടെ നാമത്തിൽ, പരമപരിശുദ്ധ പരമദിവികാരുടെ നാഥൻ്റെ നാമത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരുടെയും ജീവിതം അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ ദൈവഹിതത്തെ പ്രതി, ദൈവത്തിൻ്റെ നന്മയെ പ്രതി എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം അവരിലേക്ക് പരിപൂർണമായിട്ടുണ്ടാവട്ടെ. അത് തടസ്സമായി നിൽക്കുന്നവയെല്ലാം തടസ്സമില്ല, പരിപൂർണമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈശോയുടെ സ്നേഹാഗ്നിയിൽ ജ്വലിച്ചത് നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ തടസ്സങ്ങളൊന്നുമില്ല. ഈശോയുടെ സ്നേഹാഗ്നിയിൽ നമ്മൾ ജ്വലിച്ച് കടന്നു ചെല്ലുക. അവിടെ ആ സ്നേഹാഗ്നി കൂടെ നമുക്ക് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സൗഹൃദങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും നമ്മുടെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ അധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മലമേത്തച്ഛന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സൗഹൃദങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവർ, നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും ഈശോയുടെ സ്നേഹാഗ്നിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ സ്നേഹാഗ്നിയിൽ വേണം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കത്തിച്ചാമ്പലാവട്ടെ. ഈ സ്നേഹത്തിൻ്റെ അഗ്നിക്ക് എതിരായി നിൽക്കുന്നവയെല്ലാം പരിപൂർണമായി കത്തിച്ചാമ്പലാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്നേഹത്തിൽ നിറയട്ടെ. എല്ലാവരും സ്നേഹത്തിൽ നിറയട്ടെ. അങ്ങനെ അനുഗ്രഹിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെടണം. ഈശോയുടെ സ്നേഹാഗ്നിയിൽ എല്ലാവരും ഒന്ന് ചേർന്നപ്പെടണം. ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാവരിലും നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ അഗ്നി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി പറയാം. ഈ ആരാധന സമയം മുഴുവൻ തമ്പുരാൻ്റെ കൂടി ആയിരിക്കാൻ സാധിച്ചതിന്. ഈ കഴിഞ്ഞ 7 ദിവസങ്ങൾ പ്രത്യേകമായ ദൈവിക സ്നേഹത്തെക്കുറിച്ചും ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും ദൈവിക ശക്തിയെക്കുറിച്ചും ദൈവികമായ അറിവിനെക്കുറിച്ചും ദൈവികമായ പരിചരണത്തെക്കുറിച്ചും ദൈവികമായ മാർഗ്ഗനിർദ്ദേശത്തെക്കുറിച്ചും ദൈവികമായ കൃപയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ധാരാളം ധ്യാനിച്ചു. അതെല്ലാം ഞങ്ങൾക്ക് അനുദിനം നീ നൽകുകയും ചെയ്തു. ഒത്തിരി തിരിച്ചറിവുകൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നീ നൽകി. വലിയ കൃപയുടെ അറിവുകളിലേക്ക് നീ ഞങ്ങളെ നയിച്ചു. പരമകാരുണ്യനാഥനാ, നന്ദി. എത്രയോ പേരെ അനുഗ്രഹിക്കാനായിട്ട് സാധിച്ചു. എത്രയോ പേരോട് ക്ഷമിക്കാനായിട്ട് സാധിച്ചു. എത്രയോ പേരെ അംഗീകരിക്കാൻ സാധിച്ചു. നമ്മളെ വേദനിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങളൊക്കെ സാധിച്ചു. ഈശോയെ നന്ദി. വലിയൊരു കൃപയുടെ ദിനങ്ങളിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ട് പോയതിന് നന്ദി പറയുകയാണ്. ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്.
ഈശോയെ, നിൻ്റെ സ്നേഹാഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ, സ്നേഹാഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ, അനുദിനം നിൻ്റെ സ്നേഹാഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അഗ്നി എന്നിൽ കത്തിപ്പടരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ അഗ്നി, സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ട്. ആ സ്നേഹത്തിൻ്റെ എനർജി ഉള്ളിടത്ത് എല്ലാം എത്തുമെന്നേ. സമാധാനം എത്തും, ഐശ്വര്യമെത്തും, സമ്പത്തെത്തും, ആരോഗ്യമെത്തും, മനസമാധാനമെത്തും, ദൈവകൃപകളെത്തും, ദൈവിക ജ്ഞാനമെത്തും. സ്നേഹമുണ്ടോ അവിടെ എല്ലാം കടന്നെത്തും. സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കട്ടെ നമ്മളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെ പരിപാലിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങൻ്റെ കരുതലുകൾ, എനിക്ക് വേണ്ടി നൽകുന്ന കരുതലുകളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹനിർഭരമായ കരുതൽ ആശ്രയിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ സമാധാനം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്കെന്ന് ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം എന്നെ പരിപാലിക്കുന്നു, അവൻ്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്രമിക്കണം. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ സ്നേഹം മതി, ദൈവത്തിൻ്റെ ശക്തി മതി, ദൈവത്തിൻ്റെ ബുദ്ധി മതി, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം, ദൈവത്തിൻ്റെ ജ്ഞാനം, സംരക്ഷണം, പരിചരണം എല്ലാം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസം നടക്കണം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം, ദൈവികമായ ജ്ഞാനം, ദൈവികമായ സംരക്ഷണം, ദൈവികമായ പരിചരണം, ഈ 7 കാര്യങ്ങൾ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അനുദിനം ജീവിക്കാൻ സാധിക്കും. ഈ 7 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മളായി തീരുന്ന ഒരു സ്നേഹത്തിൻ്റെ വലിയൊരു ജ്വലനമുണ്ട് നമ്മളിൽ. ആ സ്നേഹത്തിൻ്റെ ജ്വലനത്തിൽ നമുക്ക് നാളെ ആയിരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കണം. ഇന്നേ ദിവസം മുഴുവൻ നമുക്ക് 7 ദിവസം കൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ജ്വലനം നമ്മൾ നേടിയെടുത്തു. നാളെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഈശോയുടെ സ്നേഹാഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ അഗ്നി, പ്രഭാതത്തിൽ തമ്പുരാൻ നൽകുന്ന ആ വലിയൊരു സ്നേഹത്തിൻ്റെ അഗ്നി നമുക്ക് സ്വന്തമാക്കാം. പ്രിയ സഹോദരരെ, നാളെ മുതൽ നമ്മൾ സ്നേഹാഗ്നിയിലേക്ക് വളരാൻ വേണ്ടി, ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ വളരാൻ വേണ്ടി, പ്രത്യേകിച്ച് അറിയാമല്ലോ 40 വെള്ളിയാഴ്ചയോട് കൂടി ചേർന്നുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്ന ദിനങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ അഗ്നിയിൽ കത്തിജ്വലിക്കണം നമ്മൾ. ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ കത്തിജ്വലിക്കേണ്ട ദിവസങ്ങളാണ്. കാരണം അവിടെ നമുക്ക് വേണ്ടി പാടുപിഴകൾ സഹിച്ചു മരിച്ചതിൻ്റെ ഓർമ്മയാചരണത്തിൻ്റെ പ്രത്യേകമായ ഓർമ്മയാചരണത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരികയാണ്. അവിടെ നമ്മളെ സ്നേഹിച്ചതിൻ്റെയാണ്. എത്രമാത്രം നമ്മളെ സ്നേഹിച്ചുവെന്ന് കത്തിപ്പടരുന്ന ആ വലിയൊരു സ്നേഹം, മോശം ഉൾപ്പെടെ കണ്ടതുപോലെ കത്തിജ്വലിക്കുന്ന മതമരത്തെ കത്തി നശിപ്പിക്കാത്ത വലിയ അഗ്നി, അതുതന്നെയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നി എന്ന് പറയുന്നത്. നമ്മൾ കത്തിപ്പടരും, പക്ഷേ നമ്മളൊരിക്കലും നശിച്ചു പോവുകയില്ല. നമ്മൾ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാം അവനെ കത്തിച്ച് കളയും, തന്നോട് ചേർത്ത് വെച്ച് അവൻ നിർത്തും. അതാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയുടെ, ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയുടെ വലിയൊരു പ്രത്യേകത. അതിനുവേണ്ടി നമുക്ക് സ്നേഹപൂർവ്വം നാളെ മുതൽ പ്രാർത്ഥിക്കാം. നാളെ മുതൽ നമ്മൾ വെള്ളിയാഴ്ച മുഴുവനും ഈശോയുടെ ഈ സ്നേഹാഗ്നിയിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകും. അതിനുള്ള മുന്നോടിയായിട്ടായിരുന്നു നമ്മൾ ഈ 7 ദിവസങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചത്. ഈശോയുടെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബുദ്ധി, ദൈവികമായ മാർഗനിർദ്ദേശം, ദൈവികമായ ജ്ഞാനം, ദൈവികമായ സംരക്ഷണം, ദൈവികമായ പരിചരണം, ഈ 7 കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് ഈ സ്നേഹാഗ്നിയെ ജ്വലിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ തമ്പുരാനെ നന്ദി നന്ദി നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.